കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി അബ്ദുൾ റഹീം നിയമസഹായ സമിതി റിയാദ് കോടതിയിലെ മോചന നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ മോചനം അങ്ങ് നീണ്ടുപോവുകയാണ്. വളരെ പെട്ടെന്നാണ് മലയാളികൾ മോചനത്തിനായുള്ള പണമൊക്കെ സ്വരൂപിച്ചത്. പക്ഷേ മോചനം എന്തുകൊണ്ടൊക്കെയോ നീണ്ടുപോകുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ നിയമസഹായ സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ക്രിസ്റ്റീന, വെരി ഗുഡ് ഈവനിങ്. ക്രിസ്റ്റീനയ്ക്കും ശ്രീനിധയ്ക്കും കീർത്തനയ്ക്കും ഹാപ്പി വുമൻസ് ഡേ. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ റിയാദിലെ കോടതിയിലാണ് അബ്ദുൾ റഹീം നിലവിൽ കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഏതാണ്ട് 9 തവണയാണ് മോചന ഉത്തരവ് ഇതിനോടകം തന്നെ മാറ്റിവെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ വധശിക്ഷ ആദ്യം തന്നെ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ഈ കോടതി നടപടികളാണ് ഇപ്പോൾ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഒരു ആശങ്ക അബ്ദുൾ റഹീം നിയമസഹായ സമിതിക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടിയിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, ഇന്ത്യയിലെ സൗദി അംബാസിഡർ എന്നിവരുടെ സഹായം ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് റഹീം നിയമസഹായ സമിതിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MBA റഹീം നിയമസഹായ സമിതി അംഗങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഇവരുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. സൗദിയിലെ കോടതിയിലെ മോചന നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടണം എന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ MPമാരുമായി ഒത്തുചേർന്നുകൊണ്ട് ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കാമെന്ന് ഹാരിസ് ബീരാൻ MB ഉറപ്പ് നൽകി എന്നാണ് അതിനുശേഷം നമ്മളോട് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും മാർച്ച് 17-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോഴെങ്കിലും ഈ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും റഹീം മോചന സമിതി ഉള്ളത്. എന്താണെങ്കിലും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 1 വർഷമായി 35 കോടി രൂപ അതിനുവേണ്ടി നൽകിയിട്ട് അപ്പോഴും മോചനം സാധ്യമായിട്ടില്ല. അവിടെ ഒരു ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം റഹീമിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളെല്ലാം തന്നെ റഹീം നാട്ടിൽ വരുന്നത് കാത്തിരിക്കുകയാണ്. അത് എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.